കേരള രാഷ്ട്രീയത്തിൽ പക്വതയാർന്ന പെരുമാറ്റം കൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും ശ്രദ്ധേയനായ നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്നാൽ കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി വലിയൊരു മുന്നറിയിപ്പായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നത് തുടർന്നാൽ ഗണേഷ് കുമാറിന്റെ അണിയറ കഥകൾ വിളിച്ചു പറയുമെന്ന തിരുവഞ്ചൂരിന്റെ നിലപാട് UDF വൃത്തങ്ങളിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവ് വിടവാങ്ങിയിട്ടും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നതിലാണ് തിരുവഞ്ചൂർ തന്റെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഗണേഷ് കുമാർ ഇപ്പോഴും ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നു, ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനകൾ ഉണ്ടെന്നും അദ്ദേഹം ഇതിനോടകം ആരോപിക്കുന്നുണ്ട്. സോളാർ വിവാദം മുതൽ ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി തകർക്കാൻ ഗണേഷ് കുമാർ നടത്തിയ ശ്രമങ്ങൾ കേരളം കണ്ടതുമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷവും ആ ശത്രുത തുടരുന്നത് നീതിയല്ല എന്നും തിരുവഞ്ചൂർ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചും മറ്റും അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചത് ഒരു മന്ത്രിക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെയും സ്വകാര്യ ജീവിതത്തിലെയും പല നിർണായക വഴിത്തിരിവുകളിലും സാക്ഷിയായ വ്യക്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗണേഷുമായി ബന്ധപ്പെട്ടുണ്ടായ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇടപെട്ട വ്യക്തി എന്ന നിലയിൽ മറുപടി തുടങ്ങിയാൽ ഗണേഷിന് താങ്ങാൻ കഴിയില്ലെന്നാണ് തിരുവഞ്ചൂർ നൽകുന്ന സൂചന. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഗണേഷ് കുമാറിന്റെ യഥാർത്ഥ കഥകൾ അറിയാവുന്ന ഏക വ്യക്തി താനാണെന്ന് തിരുവഞ്ചൂർ അവകാശപ്പെടുന്നുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് വിവാദങ്ങളിലേക്ക് വീണ്ടും വലിച്ചിഴയ്ക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് താൻ മൗനം പാലിക്കുന്നത്. എന്നാൽ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടാൽ ബാക്കി കാര്യങ്ങൾ പറയേണ്ടി വരുമെന്ന് അദ്ദേഹം താക്കീത് നൽകി. ഗണേഷ് കുമാറിനെതിരെയുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾക്കപ്പുറം സർക്കാരിന്റെ ഭരണപരമായ പരാജയങ്ങളെയും തിരുവഞ്ചൂർ കടന്നാക്രമിച്ചു. ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട സർക്കാർ ഹൈക്കോടതിയെയും നിയമസഭയെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. അയ്യപ്പ സംഗമത്തിനായി സർക്കാർ പണം ചിലവഴിക്കില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ സർക്കാർ നിയമസഭയിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ മലക്കം പറഞ്ഞു എന്നാണ് തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടുന്നത്. നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ചിലവ സർക്കാർ ഏറ്റെടുത്തതായും സൂചനയുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിയമസഭയ്ക്ക് നൽകുന്ന വിവരമാണ് അധികാരം. അവിടെ തെറ്റായ വിവരം സഭയെ അവഹേളിക്കുന്നതിന് തുല്യവുമാണ്. കോടതിയിൽ ഒരു നിലപാടും സഭയിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നത് വഴി സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. മാത്രമല്ല, ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ ഈ വിഷയത്തിൽ ഭിന്നതയുണ്ടോ എന്ന് വ്യക്തമാക്കുകയും വേണം. ഭക്തരുടെ പണം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. തിരുവഞ്ചൂരിന്റെ ഈ പ്രസ്താവന ഗണേഷ് കുമാറിനെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ മന്ത്രിസഭയിൽ LDFന്റെ ഭാഗമായ ഗണേഷ് കുമാറിന് പഴയ UDF കാലത്തെ കഥകൾ പുറത്തുവരുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കേരളത്തിലെ ജനമനസ്സുകളിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്ന ആരോപണം പൊതുസമൂഹത്തിൽ ഗണേഷിന് എതിരായ വികാരം ഉണ്ടാക്കിയേക്കാം. എന്തിനാണ് ഉമ്മൻചാണ്ടിയോട് ഇത്രയധികം ശത്രുത എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സോളാർ ഗൂഢാലോചനയിൽ ഗണേഷിന്റെ പങ്ക് എത്രത്തോളമുണ്ട്? സർക്കാർ എന്തിനാണ് അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ മറച്ചുവെക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകാൻ സർക്കാരും ഗണേഷ് കുമാറും ബാധ്യസ്ഥരാണ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും വേട്ടയാടലുകൾക്കും പകരം വികസന ചർച്ചകൾക്ക് ഊന്നൽ നൽകേണ്ട ഭരണകൂടം മുൻ മുഖ്യമന്ത്രിയെ പോലൊരു നേതാവിനെ മരണശേഷവും അപമാനിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല. അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ സുതാര്യമാക്കിക്കൊണ്ട് സർക്കാരിന് തങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ മുഴുവൻ കഥകളും പറയേണ്ടി വന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റിന് വഴിയൊരുക്കും.